എൻ്റെ വീട് താന്തോണിത്തുരുത്തിലാണ്. എൻ്റെ പേര് പ്രസന്ന പ്രതാപൻ എന്നാണ്. 5 ദിവസമായിട്ട് ഉറങ്ങിയിട്ടില്ല. കാരണം രാവും പകലും വീടിനുള്ളിൽ കട്ടിലിനോടൊപ്പം വെള്ളം വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇത് പകൽ മുഴുവനും ഞങ്ങൾ ജോലിക്ക് പോകുന്ന ആൾക്കാരാണ്. ചെറിയ ചെറിയ പണികളൊക്കെ ഉണ്ട്. അതും കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ വീട്ടിൽ ഭക്ഷണ സാധനങ്ങളൊന്നും പാകം ചെയ്യാനൊന്നും പറ്റില്ല. ഈ 4 ദിവസമായിട്ട് ഞങ്ങൾ കടകളിൽ നിന്ന് വാങ്ങിച്ചിട്ടാണ് കഴിക്കണം. വീട്ടിൽ കിടന്നുറങ്ങുന്ന സമയത്ത് കട്ടിലിനോടൊപ്പം തന്നെ വെള്ളം വന്നുകൊണ്ടിരിക്കുന്നതാണ്. കാല് താഴോട്ട് വെക്കാനിട്ട് പേടിയാണ്. അത് ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ നിന്ന് കഴിഞ്ഞാൽ കുറേശ്ശെ ഒഴുകി പോന്നിട്ട് ഈ ചെളിയും മാലിന്യങ്ങളും ഒക്കെ കഴുകി കളഞ്ഞിട്ടാണ് രാവിലെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 2-3 ദിവസമായിട്ട് 12 മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റുന്നത്. അതും ഒരുപാട് ജോലി ബാക്കി വെച്ചിട്ടാണ് ഇറങ്ങുന്നത്, അന്നേന്നപ്പം കഴിഞ്ഞു പോകാനുള്ള ജോലിക്ക് വേണ്ടിയിട്ട്. ഇത് നിരന്തരം വേലിയേറ്റം കയറുന്നതനുസരിച്ച് താന്തോണിത്തുരുത്ത് 4 വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശമാണ്. ഞങ്ങൾ ഒരുപാട് സമരങ്ങൾ നാട്ടുകാരെല്ലാവരും കൂടി നടത്തി. അത് അനുസരിച്ച് ഇപ്പോൾ ഔട്ടർ ബണ്ട് പാസ്സായിട്ടുണ്ട്. ഔട്ടർ ബണ്ട് പാസ്സായാൽ അത് കെട്ടി വരുമ്പോൾ വർഷങ്ങൾ പിടിക്കും. പക്ഷേ ഈ വൻകിട മുതലാളിമാരുകൾ ഒരുപാട് സ്ഥലം അവിടെ വാങ്ങിച്ചിട്ടുണ്ട്, ചെറിയ തോക്കൊക്കെ. അവിടെ വാങ്ങിച്ചിരിക്കുന്ന ഈ സ്ഥലത്ത് കാടും പടലും ചെളിയും ഒക്കെ നിറഞ്ഞിട്ട് ഞങ്ങളുടെ ഈ 2 സെൻറ്റ് 3 സെൻറ്റ് സ്ഥലമുള്ള ആൾക്കാരുടെ ഭൂമിയിലേക്ക് ഒഴുകി വരികയും ഞങ്ങളുടെ വീട്ടിലെന്ന് പറഞ്ഞാൽ കിടക്കാനിപ്പോൾ പേടിയാണ്. കാരണം രാത്രി കാലങ്ങളിൽ ഉറങ്ങിക്കിടക്കുമ്പോഴാണോ പിന്നെ ദുരന്തം വന്നതുപോലെ ഈ വെള്ളം വന്ന് ഞങ്ങൾ മരിച്ചു പോകുന്നുള്ളൊരു പേടി. ഞാൻ ആ പേടി കാരണമാണ് ഇപ്പോൾ ഇവിടെ വരാൻ കാര്യം. കാരണം ഞങ്ങൾക്ക് അങ്ങോട്ട് വിളിച്ചാലും ഇങ്ങോട്ട് വിളിച്ചാലും ആരും ഞങ്ങൾക്ക് അഭയം തരാനില്ല. ഞങ്ങളുടെ വീട് ഇച്ചിരി നടുക്കാണ്, പുഴ അരികത്തുമല്ല. ഈ പുഴയിൽ നിന്ന് ഇങ്ങനെ ഭയങ്കരമായിട്ടുള്ള വെള്ളം കയറി വരുമ്പോൾ ഇതുവരെ നമ്മളെ സർക്കാർ സംരക്ഷിക്കണില്ല. ഔട്ടർ ബണ്ട് പാസ്സായെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങൾ ആ വെള്ളത്തിൽ തന്നെ ഉപ്പുവെള്ളം എന്ന് പറഞ്ഞാൽ ഉപ്പുവെള്ളമല്ല, മലിനജലമാണ്. അതിനകത്ത് കരിക്കട്ട പോലത്തെ ജലമാണ് വന്ന് എല്ലാ ദിവസവും ഇന്ന് ഞാൻ കോരിക്കളഞ്ഞ എലി ചത്തത് 3-4 എലിയുടേത്. പിന്നെ ഒത്തിരി ഭയന്നിട്ടാണ് അവിടെ കിടക്കുന്നത്. ഞാൻ എൻ്റെ ജീവന് അഭയം ചോദിച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. എനിക്ക് ഇതിൽ നിന്നൊരു മോചനം കിട്ടണം. ഈ മറ്റുള്ള കോടികൾ വില വരുന്ന സ്ഥലം ആൾക്കാർ വാങ്ങിച്ചിട്ടേക്കണം. അതാത് സ്ഥലത്തിൻ്റെ ഓണർമാരെ വിളിച്ചിട്ട് ആ സ്ഥലം ശുദ്ധീകരിച്ചിട്ട് ഞങ്ങളുടെയൊക്കെ പറമ്പിലേക്ക് വെള്ളം വരാത്ത വിധത്തിലുള്ള ഒരു കാര്യം സർക്കാർ ഇടപെട്ട് അത് ചെയ്തു തരണം. കാരണം ജീവൻ അപകടത്തിലാണ്. അവിടെ വന്നാൽ കാണാം ഒരുപാട് സങ്കടപ്പെട്ട കാഴ്ചയാണ് അവിടുത്തെ ദുരിതങ്ങൾ. അത് ഞാൻ എന്നെ അഭയം ചോദിച്ചിട്ട് ഈ പത്രസമ്മേളനത്തിന് വന്നിരിക്കുന്നത്. എൻ്റെ എല്ലാ വീടൊക്കെ എല്ലാം നശിഞ്ഞ് ഫ്രിഡ്ജ് ടി വി അല്ല, ഈ വാഷിംഗ് മെഷീനൊക്കെ നശിഞ്ഞ്. എപ്പോഴും നമുക്കിത് പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റില്ല. തേപ്പൊട്ടി ഞങ്ങൾ അരി പോലും ഞങ്ങൾ വീടിനകത്ത് ഞങ്ങൾക്ക് വെച്ച് ഉറങ്ങി എഴുന്നേറ്റിരുന്നത് വെള്ളമാണ്. ഞാൻ ഇന്നലെ ഒരു റേഷൻ കിട്ടിയ അരി വെള്ളത്തിൽ നിന്ന് എടുത്ത് കളയേണ്ടി വന്നു എനിക്ക്. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഞങ്ങളുടെ ജീവിതം. അതിന് ഞങ്ങൾക്ക് ഗവൺമെൻറ്റിൽ നിന്നൊരു തീരുമാനം, എന്തെങ്കിലും ഒരു നല്ല കാര്യങ്ങൾ ചെയ്തു തരിക. നമുക്കൊരു വീട് എന്തെങ്കിലും ചെയ്തു തരികയോ ചെയ്യണം. ആ വീടിൻ്റെ അറ്റകുറ്റപ്പണികളൊക്കെ തീർക്കാനുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങൾ. അപ്പുറത്ത് ഞങ്ങൾ താമസിക്കുന്ന വീട് പിന്നെ എൻ്റെ തൊട്ടരികത്ത് കിടക്കുന്ന ജസ്റ്റിസ് സുകുമാരൻ്റെയൊക്കെ സ്ഥലമാണ്. അവർക്കിപ്പോൾ അവർക്ക് മേടിച്ചിട്ടേക്കാണ്. അതുപോലെ ഇപ്പുറത്തും ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടരികത്ത് കണ്ടമാണ്. ആ കണ്ടത്തിൽ 10 സെൻറ്റും 20 സെൻറ്റും ഏക്കർ കണക്കിന് ആൾക്കാർ മേടിച്ചിട്ടേക്കുന്നു. ഇവർക്ക് അവിടെ എന്തെങ്കിലും ഡെവലപ്പ് വരും എന്നും പറഞ്ഞിട്ടാണ് ഈ പൈസ ഉള്ളവർ മേടിച്ചിട്ടിരിക്കുന്നത്. പക്ഷേ ഡെവലപ്പ് വരുന്നവരെ ഞങ്ങളെപ്പോലെയുള്ള പാവപ്പെട്ട ആൾക്കാർ മുങ്ങിച്ചാകും. കാരണം അവിടെ മുഴുവനും മത്സ്യത്തൊഴിലാളികളും അന്നേനപ്പം വീട്ടുജോലിക്ക് പോയൊക്കെ ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഞങ്ങളെപ്പോലെയുള്ള പാവങ്ങൾ അവിടെ ചാകും എന്ന് പറഞ്ഞാൽ കൂട്ടം മരണം തന്നെ ഉണ്ടാകും. അത്ര വിധത്തിലുള്ള വെള്ളമാണ് അവിടെ കയറുന്നത്. അപ്പോൾ അതാണ് ഞാനിവിടെ വരാൻ കാര്യം. ഓം നമോ ഭഗവതേ വാസുദേവായ ധന്വന്തരയേ അമൃതകലശഹസ്തായ സർവാമയ വിനാശനായ ത്രൈലോക്യനാഥായ മഹാവിഷ്ണവേ നമഃ.